അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസി സമൂഹമേ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹമേ, നാം ഈദുൽ ഫിത്തർ ആഘോഷിക്കേണ്ട ആ സുന്ദരമായ ആ ആഘോഷവേളയിലേക്ക് കിടക്കുമ്പോൾ ഒരു യഥാർത്ഥ സന്ദേശത്തെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ അനിവാര്യമായ കടമയായതുകൊണ്ട് തന്നെ നാം എവിടെയായിരിക്കണം ഈദ് ആഘോഷിക്കേണ്ടത്? തീർച്ചയായും അതിൻ്റെ പ്രധാനപ്പെട്ട വേദി കാലാവസ്ഥ നമുക്ക് അനുകൂലമായാൽ അത് തീർച്ചയായും ജനങ്ങൾ കാണപ്പെടുന്ന വലിയ ഗ്രൗണ്ടുകളിലായിരിക്കണം, അഥവാ ഈദ്ഗാ എന്ന് ഇതിന് പറയപ്പെടും. അത്തരം ഗ്രൗണ്ടുകളിലാകുമ്പോൾ നമുക്ക് മാസമുറയും അതുപോലെ തന്നെ ചെറിയ കുട്ടികളുമുള്ള മസ്ജിദിനകത്ത് കയറാൻ പ്രതിസന്ധിയുള്ള അല്ലെങ്കിൽ അവർക്ക് പാടില്ലാത്തവരായ സ്ത്രീകൾ മറ്റുള്ളവർക്ക് എല്ലാം ഈ ഈദിൽ പങ്കുചേരുകയും നിസ്കാര സമയത്ത് വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് ഈ ആഘോഷവേളയിൽ പരസ്പരം കുടുംബങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ, അതുപോലെ സൗഹൃദങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് അവിടെ ഒരു സന്തോഷത്തിൻ്റെ ആ സുദിനത്തെ ആഘോഷിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു അവൻ്റെ വിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ അറിയിച്ചതാണ് ഈദ്ഗാഹുകളാണ് ഉത്തമം. ഇല്ല എങ്കിൽ മസ്ജിദിനകത്ത്, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. സാധാരണ നിസ്കാരമാവട്ടെ മറ്റു നിസ്കാരമാവട്ടെ ഇബാദത്തുകളിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും അള്ളാഹു മാറ്റി നിർത്താറില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഒരു മറയോടുകൂടെ ഭാഗം നാം വേറെ കാണണം, പുരുഷന്മാർക്ക് വേറെ കാണണം. ഇല്ല എങ്കിൽ ഈ ആരാധനാ കർമ്മങ്ങൾക്കെല്ലാം ചില മങ്ങലുകൾ ഉണ്ടാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ യഥാർത്ഥ ആരാധനാ രൂപത്തിൽ നിന്ന് അത് മാറിപ്പോവാനും നമ്മുടെ മനസ്സിന് ചാഞ്ചാട്ടമുണ്ടാവാനും മറ്റു പൈശാചിക രീതിയിലേക്ക് മനുഷ്യർ തിരിയാതെ ഇരിക്കാനും ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ആ ഒരു ആരാധനയും ആഘോഷത്തിനും വേണ്ടിയാണ് അല്ലാഹു ഇത്തരം ഒരു സംവിധാനത്തെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും എല്ലാ മുസ്ലിമുകളും പരമാവധി ഈദ്ഗാഹ് തിരഞ്ഞെടുക്കുക. അതൊരു ആഘോഷവേളയാക്കുമ്പോൾ മറ്റു മതസ്ഥരായ വിശ്വാസികൾക്കും നിങ്ങൾക്കും അവിടെ വരാം, പരസ്പരം ആ ആഘോഷത്തിൽ പങ്കുചേരാം. അതിന് യാതൊരു വിരോധവുമില്ല. നിങ്ങൾ അങ്ങനെ ഇസ്ലാമിനെ എല്ലാ നിലക്കും കണ്ട് മനസ്സിലാക്കുക. അത് മസ്ജിദിനകത്തായാലും പുറത്തായാലും നിങ്ങൾക്ക് വരാം. ശുദ്ധിയുള്ളവരായി മസ്ജിദിൽ പ്രവേശിക്കുക. നിങ്ങൾ കാണണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏത് മസ്ജിദിനകത്ത് വേണമെങ്കിലും ഏത് വിഭാഗം ജനങ്ങൾക്കും കയറാം. അതിന് അള്ളാഹുവിൻ്റെ അനുവാദമുണ്ട്, അതേപോലെ പ്രവാചകൻ്റെ അനുവാദമുണ്ട്, ഖുർആൻ്റെ ശാസനയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തൻ്റെ മസ്ജിദിനകത്ത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദികളെയും ക്രിസ്ത്യാനികളെയും വിളിച്ചു വരുത്തി പരസ്പരം ആശയവിനിമയവും മറ്റും സംസാരിച്ച് തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഈ ഈദുൽ ഫിത്തറിൻ്റെ പകലിന് നാം നമ്മുടെ ശരീരത്തിൻ്റെ ഓഹരിയുടെ ഭാഗമായി നാം കൊടുക്കേണ്ട ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുത്തുകൊണ്ട് നാം പുതുവസ്ത്രങ്ങളണിഞ്ഞ് സുഗന്ധങ്ങൾ ഉപയോഗിച്ച് നാം ഖുതുബയിലേക്ക് വരിക. അവിടെ ഇമാം പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യ കാര്യങ്ങൾ, അറബിയിലുള്ള ഖുർആന്, ദിക്റുകൾ മറ്റെല്ലാം ചൊല്ലിയതിന് ശേഷം അവിടെ ഈ സമൂഹത്തെ അഭിസംബോധനം ചെയ്യേണ്ടത് അഥവാ പ്രസംഗം ചെയ്യേണ്ടത് തികച്ചും അതാത് ഭാഷയിലാണ്.
അത് മലയാളി മലയാളത്തിൽ, തമിഴൻ തമിഴിൽ, ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിൽ, ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ, അറബി അറബിയിൽ. അവർക്ക് ഏതു ഭാഷയാണോ മനസ്സിലാവുക ആ സമൂഹത്തെ അത്തരത്തിലാണ് നാം ക്രമീകരിച്ച് ജീവിതയാത്രയിലൂടെ ഈ ആരാധനാക്രമങ്ങളെയും മറ്റും പരിചയപ്പെടുത്തേണ്ടത്. അങ്ങനെ ഇമാമുമാർ പ്രാവർത്തികമാക്കുക, അതിന് മത പണ്ഡിത നേതൃത്വം അത്തരം ശരിയായ ദിശയിലേക്ക് മാറേണ്ടതാണ്. അങ്ങനെ നാം അവിടെ വെച്ച് കൂട്ടുകുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കുമെല്ലാം പ്രാർത്ഥനകൾ അർപ്പിക്കുകയും വീണ്ടും അടുത്ത ഒരു നോമ്പ് ഇതുപോലെ അനുഷ്ഠിക്കുവാനും ഇതുപോലെ പെരുന്നാളിന് നാം ഒത്തുചേരാനും പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടും ഷെയ്ക്കാൻഡ് കൊടുത്തുമെല്ലാം നാം സന്തോഷത്തോടെ പിരിയാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.